ബ്രെഡും സവാളയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വൈകുന്നേരത്തെ നല്ല ചൂട് ചായക്കൊപ്പം നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിൾ ആയിട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്സിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. അതും നല്ല മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണ്ടല്ലോ, അടിപൊളിയായിരിക്കും. അപ്പൊ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ഉറപ്പായിട്ടും ഇഷ്ടാവും. അതിനായിട്ട് ഒരു ബൗളിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള 2 സവാള ഇതേപോലെ നീളത്തിൽ തീരെ കനം കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടിപൊടിയായിട്ട് അരിയുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ തീരെ കനം കുറച്ച് നീളത്തിൽ അരിയുന്നതായിരിക്കും. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും പൊടിയായിട്ട് കട്ട് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കായത്തിന്റെ പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്ത് ഈ മുളക് പൊടിക്ക് നല്ല എരിവുള്ളത് കൊണ്ടാട്ടോ ഞാൻ 1/2 ടീസ്പൂൺ മാത്രം എടുത്തത്. എരിവ് കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ചും കൂടി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കടലമാവും 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇതിലേക്ക് നല്ല കളറിന് വേണ്ടി കാശ്മീരി റെഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 കപ്പ് വെള്ളം ഒരുമിച്ച് ചേർക്കണ്ട. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ശരിക്കും കടലമാവും ഒക്കെ ആയിട്ട് ഒന്നിങ്ങ് യോജിപ്പിച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവം കറക്റ്റ് ആണ്. ഇതിപ്പോ ഒരുപാട് വെള്ളം കൂടുതലുമില്ല, എന്നാൽ തീരെ വെള്ളം കുറഞ്ഞ് നല്ല കട്ടിയായിട്ടൊന്നും ഇരിക്കുന്നില്ല, പാകത്തിനായിട്ട്. അതായത് നമ്മുടെ ഈ ബ്രെഡിൽ നന്നായിട്ട് കവർ ചെയ്തിരിക്കാൻ പാകത്തിനാണ് ഇപ്പൊ നമ്മുടെ ഈ മിക്സ് ഇരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മിക്സിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവെന്ന് പറയുന്നത്. ഇനി ഒരു ബ്രെഡ് എടുത്ത് 2ആയിട്ട് കട്ട് ചെയ്ത് നമ്മുടെ സവാളയുടെ മിക്സ് ഇതേപോലെ 2 സൈഡിലും അങ്ങാക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ മിക്സ് ഒരുപാട് ലൂസായിട്ട് പോവാറുണ്ടെങ്കിൽ ഇപ്പൊ ഈ ബ്രെഡിൽ ഇതേപോലെ തന്നെ കോട്ടായിട്ട് ഇരിക്കില്ലായിരുന്നു. അപ്പൊ ഇതിപ്പോ പാകത്തിനായതുകൊണ്ടാണ് നന്നായിട്ട് തന്നെ കവർ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ നല്ല ചൂടായ ഓയിലിലേക്ക് ചേർത്ത് 2 വശം ഒന്നിങ്ങ് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കുക. അതിനുശേഷം ഇതുപോലെ ഓരോ ബ്രെഡും അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഗ്യാസിന്റെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലും അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിലും വെക്കേണ്ട, മീഡിയം ഫ്ലെയിമിലും മാത്രം വെച്ചിരുന്നാൽ മതി കേട്ടോ. ഒരു വശമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്ത് 2 വശം കളറൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിങ്ങനെ എടുത്ത് മാറ്റാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രെഡിന്റെ സ്നാക്സ് എന്ന് പറയുന്നത്. സവാളയും അതേപോലെ തന്നെ ബ്രെഡും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ എപ്പോഴും കാണുന്ന കുഞ്ഞു കുഞ്ഞു ചേരുവകൾ മാത്രം മതിയാവും സ്നാക്സ് റെഡിയാക്കി എടുക്കാനായിട്ട്. കണ്ടോ, കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് തന്നെ മുരിഞ്ഞ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എടുത്ത് മാറ്റി അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടീസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ചൂടോടുകൂടി കഴിക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് തണുത്ത് പോവാതെ ചെറു ചൂടോടുകൂടി സോസിന്റെയോ നല്ലൊരു ചൂട് ചായയുടെ കൂടെ കഴിക്കുന്നതായിരിക്കും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ്. അപ്പോൾ മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക. കൂടെ തന്നെ വീഡിയോ റെസിപ്പി ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.